നമസ്കാരം. മമ്മൂട്ടിയും മോഹൻലാലുമാണ് മലയാള സിനിമയിൽ താരാധിപത്യം സൃഷ്ടിച്ചതെന്ന് നിർമ്മാതാവും സംവിധായകനുമായ ശ്രീകുമാരൻ തമ്പി. മലയാള സിനിമയിലെ താരാധിപത്യത്തിന്റെ ആദ്യ ഇര താനാണെന്ന് പറഞ്ഞ ശ്രീകുമാരൻ തമ്പി നിർമ്മാതാവും സംവിധായകനുമായിരുന്ന തന്നെ കോൾ ഷീറ്റ് നൽകാതെ മമ്മൂട്ടിയും മോഹൻലാലും ചേർന്ന് ഒതുക്കിയെന്നും തുറന്നടിച്ചിരിക്കുകയാണ്. മലയാള സിനിമയെ തകർത്തത് താരാധിപത്യമാണ്. മോഹൻലാൽ, മമ്മൂട്ടി എന്നീ രണ്ട് പേരുകളിലേക്ക് മലയാള സിനിമ ചുരുങ്ങി. സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ വിളികൾ മലയാള സിനിമയിൽ ഉണ്ടായത് ഇരുവരും സജീവമായ 90-കൾക്ക് ശേഷമാണെന്നും പറഞ്ഞ ശ്രീകുമാരൻ തമ്പി സിനിമയിലെ താരാധിപത്യം തകരണമെന്നും പറഞ്ഞു. മുൻപ് സംവിധായകനും നിർമ്മാതാവും ചേർന്നാണ് നടീനടന്മാരെ നിശ്ചയിച്ചിരുന്നതെങ്കിൽ താരാധിപത്യത്തെ തുടർന്ന് സിനിമ ആര് സംവിധാനം ചെയ്യണമെന്ന് നായകന്മാർ തീരുമാനിക്കുന്ന അവസ്ഥയായി. അതുവരെ തുടർച്ചയായി സിനിമയെടുത്തിരുന്ന സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം സിനിമയില്ലാതെ പുറത്തായി. പഴയ നിർമ്മാതാക്കളെ എല്ലാം പുറത്താക്കി. മോഹൻലാൽ പറയും പോലെ കഥ എഴുതുന്നവർക്കും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഷോട്ട് എടുക്കുന്നവർക്കും മാത്രം പ്രാധാന്യം കിട്ടി. അവർ സംവിധായകരെ സൃഷ്ടിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തെ വേണമെങ്കിൽ പവർ ഗ്രൂപ്പ് എന്നും വിശേഷിപ്പിക്കാം. മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം കുറച്ചുകാലം സുരേഷ് ഗോപിയും ആ നിരയിലുണ്ടായിരുന്നു. സൂപ്പർ സ്റ്റാറുകൾ വന്ന ശേഷം നായകനെ തോൽപ്പിക്കുന്ന നായികയുടെ കഥാപാത്രം മലയാള സിനിമയിൽ ഉണ്ടായിട്ടില്ല. ഇന്ന് പക്ഷേ പവർ ഗ്രൂപ്പ് തകർന്നിരിക്കുന്നു. പവർ ഗ്രൂപ്പ് തകർന്ന കാലത്താണ് നമ്മൾ അതേക്കുറിച്ച് സംസാരിക്കുന്നത്. അതുവരെ നായകനായിരുന്ന രതീഷിനെ വില്ലൻ സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടാണ് മുന്നേറ്റം എന്ന ചിത്രത്തിൽ മമ്മൂട്ടിയെ ഞാൻ നായകനാക്കുന്നത്. അത്രത്തോളം വിനീതനായ മമ്മൂട്ടിയെ പിന്നീട് കണ്ടിട്ടില്ല. ഒരു സിനിമയിൽ പാട്ട് എഴുതുന്നതിൽ നിന്ന് പോലും മമ്മൂട്ടി പിന്നീട് എന്നെ തടഞ്ഞിട്ടുണ്ടെന്ന് ശ്രീകുമാരൻ തമ്പി പറയുന്നു. ഇപ്പോൾ പീഡന ആരോപണം ഉന്നയിച്ചവരെല്ലാം ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്. എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ഒരു നടിയും ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരാതിരിക്കുന്നതെന്നാണ് ശ്രീകുമാരൻ തമ്പി ചോദിക്കുന്നത്. മുൻകാലത്ത് സംവിധായകന് മുന്നിൽ ജൂനിയർ ആർട്ടിസ്റ്റ് വരുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നില്ല. മലയാള സിനിമയിലെ വനിതാ കൂട്ടായ്മയായ WCCയിലെ അംഗങ്ങൾ പല സൂപ്പർ സ്റ്റാറുകൾക്കുമൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ആ നടിമാരാരും അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. തെന്നിന്ത്യൻ സിനിമാ മേഖലയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും കുറവ് സ്ത്രീ പീഡനം നടക്കുന്നത് കേരളത്തിലാണ്. മലയാള സിനിമയെ മൊത്തം മോശമാക്കുന്നവർ ഇത് തിരിച്ചറിയണം. നിലവിൽ ആരോപണ വിധേയരായവരെയെല്ലാം കുറ്റക്കാരെന്ന് വിധിക്കരുത്. മലയാള സിനിമയെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് അധികാരമുണ്ട്. കാസ്റ്റിംഗ് കൗച്ചും പവർ ഗ്രൂപ്പും ഒക്കെ ഇപ്പോൾ നിലവിലുണ്ടോ എന്ന് എനിക്കറിയില്ല. നിലവിലെ ആരോപണങ്ങളെ തുടർന്ന് താരസംഘടനയായ അമ്മയുടെ സാരഥികൾ കൂട്ടമായി രാജിവെച്ചത് ഭീരുത്വമാണ്. WCCയെയും അതിന്റെ ഭാരവാഹിത്വത്തിലുള്ളവരെയും ഇക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്നത്തെ സാംസ്കാരിക മന്ത്രി AK ബാലനും വലിയ പങ്കാണുള്ളത്. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയത് എന്നതിന്റെ കാര്യത്തിൽ ബന്ധപ്പെട്ടവർ മറുപടി പറയേണ്ടതാണെന്നും ശ്രീകുമാരൻ തമ്പി പറഞ്ഞു. നന്ദി.